നമസ്കാരം പ്രിയരെ. വളരെ വിശേഷപ്പെട്ട ഒരു വാർത്ത ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. നമുക്കറിയാം, കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. നമ്മുടെ പ്രകൃതിയും നദിയും ദേവനും എല്ലാവരും ഒരുമിക്കുന്ന കൊട്ടിയൂരിൽ. അപ്പോൾ ഈ സമയത്ത് അവിടെ ഒഴുകുന്ന ഭക്തജന പ്രവാഹം അതിഗംഭീരമാണെന്ന് പറയാതെ വയ്യ. അപ്പോൾ ഞങ്ങൾക്ക് കൊട്ടിയൂരേക്ക് ഒരു യാത്രക്കുള്ള അവസരം കിട്ടുന്നത് ബസ്സിൽ. ഇതും ആ യാത്രയിൽ പങ്കാളികളായ ഓരോരുത്തരെയുമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഞങ്ങൾ 2 പേർ ഉൾപ്പെടെ 40 പേരടങ്ങുന്ന സംഘമാണ് കൊട്ടിയൂർ എന്നുള്ള അതിവിശേഷപ്പെട്ട ദൈവ ചൈതന്യം നിലകൊള്ളുന്ന ആ ക്ഷേത്രഭൂമി, യാഗഭൂമിയാണത്. ആ ഭൂമിയിലേക്ക് യാത്ര തിരിച്ചത്. എന്താ പറയുക, കൊട്ടിയൂർ എന്ന പേരിലാണ് യാത്ര പുറപ്പെട്ടതെങ്കിലും ഞങ്ങൾ ആദ്യം പോയത് 2 ദിവസത്തെ യാത്രയായിരുന്നു. ചോറ്റാനിക്കര അമ്മയുടെ തിരുനടയിലാണ് ആദ്യം ദർശനം നടത്തിയത്. ചോറ്റാനിക്കരയിൽ നിന്നും പിന്നെ സോറി കേട്ടോ, കൊടുങ്ങല്ലൂർ അമ്മയെ എനിക്ക് ചോറ്റാനിക്കര അമ്മയെന്നാണ് കിട്ടിയത്. സോറി ഒന്ന് ക്ഷമിച്ചേക്ക്. ചോറ്റാനിക്കര അമ്മയെ പോലെ തന്നെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന അമ്മയാണ് കൊടുങ്ങല്ലൂർ അമ്മ. അപ്പൊ കൊടുങ്ങല്ലൂർ അമ്മയുടെ തിരുനടയിൽ എത്തിയാണ് ഞങ്ങളുടെ ദർശനം തുടങ്ങുന്നത് തന്നെ. 28-ാം തീയതി രാത്രി തുടങ്ങിയ യാത്ര 29-ാം തീയതി നേരം വിളിക്കുന്നത് 3 മണി കഴിഞ്ഞപ്പോഴേക്കും കൊടുങ്ങല്ലൂർ നട തുറക്കുന്ന അതേ സമയത്ത് ഞങ്ങൾ അവിടെ എത്തി. പിന്നീട് അങ്ങോട്ടൊരു നീണ്ട യാത്രയിൽ ഞങ്ങൾ കണ്ട കാഴ്ചകളും ഞങ്ങൾക്ക് കിട്ടിയ അനുഭൂതിയും അതെല്ലാം സ്വയം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഓരോരുത്തരിലും. അതായത് കേരളത്തിൻ്റെ തെക്കൻ നാടായ നമ്മുടെ ആലപ്പുഴയിൽ നിന്നും തെക്കുന്നു പത്തനംതിട്ട ജില്ല, അവിടെ നിന്നും തുടങ്ങിയ യാത്രയായി ഇങ്ങോട്ട് ചെട്ടികുളങ്ങര, അവിടെ കേന്ദ്രീകരിച്ചുള്ള ഒരു ഗ്രൂപ്പിനോടൊപ്പമാണ് എനിക്ക് ഈ യാത്രയുടെ ഭാഗമാകാൻ കഴിഞ്ഞത്. അപ്പോൾ ആ യാത്രയിലെ 40 പേരിൽ അടങ്ങുന്ന ഒരു സംഘം ഉണ്ടായിരുന്നു. ഈ 40 പേരെയും പരസ്പരം ആരും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ യാത്രയുടെ ഭാഗമായി സംഘടിപ്പിച്ച ഒരു ഗ്രൂപ്പും ആ ഗ്രൂപ്പിലെ അഡ്മിൻ എന്ന രീതിയിൽ ശ്രീ അരുൺ, അദ്ദേഹത്തെ വിളിച്ച് തിരക്കിയപ്പോഴാണ് ഈ ഗ്രൂപ്പിലെ ഈ യാത്രയുടെ വിശദാംശങ്ങളെല്ലാം വന്നത്. അങ്ങനെ ഈ യാത്രയുടെ ഭാഗമായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം കൂടിയ ആളുകൾ ഹരിപ്പാട്, കായംകുളം, ചെട്ടികുളങ്ങര, ആലപ്പുഴ, അവിടെ തൊട്ട് ഇങ്ങോട്ട് എൻ്റെ നാടായ ചേർത്തല വടക്ക്, പാണാവള്ളി, അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞ് പിന്നെ ആലുവയിൽ നിന്നും കൂടി ആൾക്കാരെ ഉൾപ്പെടുത്തി 40 പേരടങ്ങുന്ന സംഘം ഈ ശ്രുതി എന്ന ബസ്, ടൂറിസ്റ്റ് ബസ്സിൽ തുടങ്ങിയ യാത്ര 2 ദിവസം പരിപൂർണമായും എടുത്തുകൊണ്ടാണ് ആ യാത്രയിൽ ഞങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. അപ്പോൾ ആ യാത്രയിൽ ഞങ്ങളെ ഡ്രൈവ് ചെയ്ത ഞങ്ങളുടെ 2 പേര്, അവർ നയിച്ച ബസ്, അതാണ് ശ്രുതി. അപ്പോൾ ഈ ശ്രുതി ബസ്സിൻ്റെ കൂട്ടുകാരായി ഞങ്ങൾ അവരോടൊപ്പം ഇടം പിടിക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് കിട്ടിയ ആ ഒരു സന്തോഷവും മനസാന്നിധ്യത്തിൽ നിറഞ്ഞ അനുഭവവും എല്ലാം തന്നെ തികച്ചും വളരെ സന്തോഷകരമായ ഒരു യാത്രയായിരുന്നു എന്ന് പറയാതെ വയ്യ. അപ്പോൾ ഇതിൽ ഇടം പിടിച്ച നോക്കിക്കേ, ചെറുതും വലുതും ഒക്കെയായിട്ടുള്ള ആൾക്കാരും വിവിധ തലങ്ങളിൽ സേവനം അനുഷ്ഠിച്ച് നിന്നുകൊണ്ടിരിക്കുന്ന ആളുകളെയൊക്കെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കൂടെ കൂട്ടുവാനായിട്ട് സാധിച്ചത് എന്നതും എടുത്തു പറയട്ടെ. അപ്പോൾ ഒരു കുടുംബത്തിലെ അംഗമെന്ന രീതിയിൽ ഞങ്ങളെ കൂടെ കൂട്ടി കൊണ്ടുപോയ ശ്രീ അരുൺ, അദ്ദേഹത്തിൻ്റെ കുടുംബം, പിന്നെ അതേപോലെ തന്നെ ഞങ്ങളുടെ ഈ കൊട്ടിയൂർ കുടുംബം എന്ന രീതിയിൽ ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോയപ്പോഴേക്കും എല്ലാവരും ഒത്ത് ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ സ്നേഹം ഷെയർ ചെയ്യുവാനൊക്കെ സാധിച്ച അനിർവചനീയമായ നിമിഷങ്ങളായിരുന്നു ഞങ്ങളുടെ കൊട്ടിയൂർ യാത്ര എന്ന് പറയാതെ വയ്യ. കണ്ടോ, കൊട്ടിയൂർ ചെന്നതിന് ശേഷം അവിടെ എഴുന്നള്ളത്തിന് ആനയെ അവിടെ ഒരു ഭാഗത്ത് നിർത്തിയിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. അപ്പോൾ അങ്ങനെ കൊട്ടിയൂർ മാഹാത്മ്യത്തിൻ്റെ അതിവിശിഷ്ട യാത്രയിൽ കൊട്ടിയൂരേക്ക് വന്നത് 2ാമത്തെ ദിവസമാണ് കേട്ടോ. ഫസ്റ്റ് ഡേ വിസിറ്റ് ചെയ്ത സ്ഥലങ്ങളും അതെല്ലാം വേറെയാണ്. അത് ഞാൻ വേറിട്ട വീഡിയോസ് എല്ലാം തന്നെ ഓരോന്നിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുണ്യഭൂമിയുടെ സവിശേഷത നിങ്ങൾക്കറിയാമല്ലോ. ദക്ഷയാഗം നടന്ന സ്ഥലമാണ്. ദക്ഷയാഗത്തിൽ ഭഗവാനെ പങ്കെടുപ്പിക്കുവാനായിട്ട് ദക്ഷൻ കൂട്ടാക്കിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭഗവാനെ വിളിക്കാത്ത ആ ഒരു യാഗത്തിലെ ദേവി പോകരുത് എന്ന് ഭഗവാൻ നിർദ്ദേശം നൽകി. പക്ഷേ ദേവി അത് കൂട്ടാക്കിയില്ല. എൻ്റെ അച്ഛൻ നടത്തുന്ന യാഗമാണ്, എനിക്കവിടെ പോയേ പറ്റൂ. അപ്പോൾ ഭഗവാൻ അറിയാമായിരുന്നു അച്ഛൻ മകളെ അധിക്ഷേപിക്കുമെന്ന്. അങ്ങനെ
ഭഗവാന്റെ വാക്ക് ധിഖരിച്ചുകൊണ്ടാണ് ആ യാഗഭൂമിയിലേക്ക് മകളായ സതീദേവി എത്തുന്നത്. ആ സതീദേവി അവിടെ എത്തുമ്പോൾ അച്ഛൻ്റെ നല്ല വാക്ക് കിട്ടാൻ കാത്തിരുന്ന സതീദേവിക്ക് അച്ഛൻ്റെ വാക്കുകളെ എന്താ പറയുക, മനോവിഷമത്തോടു കൂടിയാണ് കേൾക്കാൻ കഴിഞ്ഞത്. ആ മനോവിഷമം സഹിക്കവയ്യാതെയാണ് അമ്മാറക്കല്ല്, നമുക്കവിടെ ചെന്ന വ്യക്തമായി കാണാം, അമ്മാറത്തറ. ആ അമ്മാറത്തറയിലാണ് ഒരു ആൽമരമുണ്ട്, അതിന്നും അതിൻ്റെ സൂചനയായിട്ട് നിലകൊള്ളുന്നു എന്നാ പറയുക. അവിടെയാണത്രേ സതീദേവി ആത്മത്യാഗം ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ദക്ഷന്റെ ഭഗവാൻ കുടികൊള്ളുന്ന മണിത്തറയുണ്ട്. നമുക്ക് സ്വയംഭൂവായ വിവരങ്ങളും ശിവലിംഗം അവിടെ കാണാം. വളരെ എന്താ പറയുക, മനസ്സിന് കുളിര് കോരിയിടുന്ന അനുഭവമാണ് നമുക്ക് അവിടെ നിന്നെല്ലാം കിട്ടുന്നത്. അപ്പോൾ ഈ യാത്രയിൽ കൊട്ടിയൂരിൻ്റെ ഈ ഒരു സംഘം നടത്തിയ ആദ്യ യാത്രയാണ്. അപ്പോൾ ആ ആദ്യ യാത്രയുടെ ഭാഗമായിട്ട് അവിടെ പോകുവാനും അമ്മാറക്കല്ലിലേക്ക് നമുക്ക് നോക്കാം. അമ്മാറത്തറ അവിടെ കാണുന്ന കാഴ്ച എന്തൊക്കെയാണെന്നൊന്ന് നോക്കിക്കേ നിങ്ങൾ. അമ്മാറക്കല്ലിൻ്റെ സ്ഥാനം, ഒരു മിനിറ്റ്, അമ്മാറത്തറയിലൂടെ സ്ഥാനം കണ്ടോ, അമ്മാറക്കല്ല് കൊട്ടിയൂരിൽ നിന്നുള്ള ദൃശ്യമാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, ചെറിയൊരു ഗ്യാപ്പ് വന്നു, എന്നാലും ഞാൻ ഇതിൽ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച കാര്യം ഈ 2 ദിവസം കൊണ്ട് സന്ദർശിച്ച സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചു കൂടിയാണ്. അപ്പോൾ ഈ യാത്രയിൽ പങ്കെടുത്ത അംഗങ്ങൾ ഉണ്ടല്ലോ, ഇതൊക്കെ ഞങ്ങളുടെ ടീമിലുണ്ടായിരുന്ന അംഗങ്ങളാണ്. ഓക്കെ, ഇനി പോയ സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നിങ്ങളോട് പറയാനിരിക്കുന്ന കാര്യം. ഓക്കെ, എവിടെയൊക്കെ ഞങ്ങൾ പോയി എന്നത് അതും പറഞ്ഞുതരാം. പിന്നെ ഇതിനിടയിൽ കണ്ട കാഴ്ചയുണ്ട് കേട്ടോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമായിരുന്നു മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം. ഈ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ ചെന്നപ്പോഴുണ്ടല്ലോ, അവിടെ നിന്നും കിട്ടിയതാണ് കണ്ടോ. അതെ, അപ്പോഴെനിക്ക് തോന്നിയ ഒരു കാര്യം, ടിപ്പു സുൽത്താൻ്റെ ഭരണകാലത്താണോ ഈ ക്ഷേത്രം ഉണ്ടായത് എന്നൊരു സംശയം വന്നായിരുന്നു. ദേവി ചൈതന്യം കുടികൊള്ളുന്ന ക്ഷേത്രമാണ് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം. ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഒരു അംഗം ശ്രീദേവ് അദ്ദേഹമാണ് രാജാവിൻ്റെ തൊട്ടുപറ്റി നിൽക്കുന്ന ആളെന്ന് പറയുന്നത് അഭിമാനം തന്നെ. അതേപോലെ തന്നെ മറ്റ് ചില അനർഘ നിമിഷങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് കൂടാതെയും ഉണ്ട് കുറേ അധികം പിക്ചേഴ്സ്. നോക്കിക്കേ, അതിൽ നിൽക്കുന്നത് ഈ ഞാൻ തന്നെയാണ്. പക്ഷേ വിഷയം എന്തെന്നാൽ എല്ലാവരും വളരെ വിഷമിച്ച് വെയിലൊക്കെ കൊണ്ട് വല്ലാതെയായി നിൽക്കുന്ന ഒരു സമയമാണ്. വെയിലൊക്കെ കൊണ്ട് നടന്നത് കൊണ്ട് തന്നെ മുഖമെല്ലാം ഒരുമാതിരിയായിരിക്കും. അപ്പം അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. എന്തായാലും രാജാവിൻ്റെ ആ ഒരു സാമീപ്യം അനുവദിച്ച് തന്നതാണ് അതിലെ ഏറ്റവും പുണ്യം നിറഞ്ഞ കാര്യം എന്ന് പറയുന്നത്. ഇത് ഞങ്ങളുടെ ഗ്രൂപ്പ് അംഗമാണ്. അപ്പോൾ അങ്ങനെ ഈ ഗ്രൂപ്പ് അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുറേയധികം പിക്ക് കണ്ടോ. ഗ്രൂപ്പിൽ പങ്കെടുത്ത ആളുകളാണ് ഇവരെല്ലാവരും. യാത്രയ്ക്കൊപ്പം കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ കൂടി കൂട്ടിക്കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്നതല്ലേ ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരു കലാകാരിയാണ്. സിനിമ സീരിയൽ രംഗം, എഴുത്തിൻ്റെ രംഗം, ഇവിടെയൊക്കെ പുള്ളിക്കാരിക്ക് കുറച്ച് സ്നേഹം കൂടുതലുണ്ട് എന്ന് പരിചയപ്പെട്ടപ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ പുള്ളിക്കാരിയെ ഞാൻ ഈ വീഡിയോയുടെ ഭാഗമാക്കുകയാണ്. കലാപരമായിട്ട് അറിയപ്പെടാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ്. ഓക്കെ, ഇതൊരു നോക്കിക്കേ, പുരാതനമായ പണ്ട് രാജഭരണകാലത്തുണ്ടായതാണോ എന്ന് തന്നെ നമുക്ക് തോന്നുന്നു. ചിത്രങ്ങളെല്ലാം ഓരോന്നോരോന്ന് കാണുമ്പോഴേക്കും
പോയിരുന്ന ആൾക്കാർ. അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു ഗ്രൂപ്പിനോടൊപ്പം കൂടിച്ചേർന്ന് പോകാനിടയായത്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിനോടൊപ്പം ചേർന്ന് സഞ്ചരിച്ചപ്പോഴേക്കും തീർച്ചയായിട്ടും വ്യത്യസ്ത തരക്കാരായ ആൾക്കാരായിരിക്കുമെന്ന് നമുക്കറിയാം. വ്യത്യസ്ത സ്വഭാവമുള്ള ആളുകളായിരിക്കും നമ്മളൊരു വലിയൊരു ഗ്രൂപ്പിൻ്റെ കൂടെ ഉണ്ടാകുക. പക്ഷെ എടുത്ത് പറയട്ടെ, ഈ ഗ്രൂപ്പിനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോയ അയാൾ ഒരു വളരെ സാധുവായ ഒരു മനുഷ്യൻ. അപ്പോൾ അദ്ദേഹം ഈ ഗ്രൂപ്പിനെ വളരെ നന്നായി ചിട്ടപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും അതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പിൻ്റെ എല്ലാ തലങ്ങളിലും ആദ്യം മുതൽ അവസാനം വരെ അവിടെ നല്ലൊരു ശാന്തത, ഒരു അച്ചടക്കം, ഒരു ഡിസിപ്ലിൻ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ പോകുവാൻ ഈ ഗ്രൂപ്പിന് സാധിച്ചിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയുന്ന ഒരു കാര്യം. അപ്പോൾ ഈ കൊട്ടിയൂർ യാത്ര വളരെ ഭംഗിയാക്കി തന്നപ്പോഴേക്കും എവിടെയൊക്കെയാണ് പോയത് എന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞിരുന്നു, കൊട്ടിയൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയ ഇടമെന്ന് പറയുന്നത് ആദ്യമേ പിന്നെ അതേപോലെ തന്നെ പഴനി. നമ്മൾ സാധാരണ പഴനി എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം എവിടെയുള്ളതാ, നമ്മുടെ പഴനി. എന്നാൽ അതല്ലാതെ നമ്മുടെ കേരളത്തിലെ വേറൊരു പഴനിയുണ്ട്. അത് കേരള പഴനി എന്നാണ് പറയുക. ആ കേരള പഴനിയിൽ പ്രധാനമായിട്ടും ആ കേരള പഴനി അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കാണാൻ കഴിയുന്ന 240ഓളം ചവിട്ടുപടികളുണ്ട്. ആ ചവിട്ടുപടികളും ഉൾപ്പെടുന്ന കേരള പഴനി എന്ന് പറയുമ്പോഴേക്കും അത് വിശുദ്ധി നിലകൊള്ളുന്ന പഴനി അമ്പലം പോലെ തന്നെ വളരെ മനോഹരമായ ഇതാണ് ആ ക്ഷേത്രം എന്ന് വേണം നമുക്ക് കണ്ടതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ദർശനം നടത്തിയ ക്ഷേത്രങ്ങളെപ്പറ്റി ഞാൻ പറയാം. 29-ാം തീയതി വെളുപ്പിന് 3 മണിക്കാണ് നമ്മൾ ദർശനം തുടങ്ങിയത് കൊടുങ്ങല്ലൂർ. അത് കഴിഞ്ഞ് കൂടൽമാണിക്യം, പിന്നെ തൃക്കൂർ ഗുഹാക്ഷേത്രം. ആ തൃക്കൂർ ഗുഹാക്ഷേത്രം ഉണ്ടല്ലോ, അത് വളരെ മനോഹരമാണ് കേട്ടോ. അതുപോലെ കേരള പളനി എന്ന് പറയുന്ന ക്ഷേത്രം. പിന്നെ ആഫ്റ്റർനൂണാണ് പെരളശ്ശേരി, പറശ്ശിനിക്കടവ് മുത്തപ്പൻ, ചെറുകുന്ന് അന്നപൂർണേശ്വരി. ഇതിൽ പറഞ്ഞ ലിസ്റ്റിൻ പ്രകാരം ചെറുകുന്ന് അന്നപൂർണേശ്വരിയും മാടായിക്കാവും സ്ഥലം കാണാനായിട്ട് സമയം അനുവദിച്ചില്ല. അതുപോലെ പയ്യന്നൂർ, ഈ 3 ക്ഷേത്രങ്ങളിലേക്ക് പോയിരുന്നില്ല. തളിപ്പറമ്പിൽ പോയിരുന്നു, ശ്രീ രാജരാജേശ്വരി ക്ഷേത്രം, അതുപോലെ തന്നെ തൃച്ചംബരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രം, മാമണിക്കുന്ന് ശ്രീ മഹാദേവി ക്ഷേത്രം, മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം, കൊട്ടിയൂർ ക്ഷേത്രം. ഇത്രയുമാണ് ക്ഷേത്രങ്ങളുടെ ആ ഒരു ദർശനവുമായി ബന്ധപ്പെട്ട് പോകുവാനായിട്ട് സാധിച്ചത്. അപ്പോൾ അങ്ങനെ ക്ഷേത്ര ദർശനപുണ്യം മഹാപുണ്യം എന്നല്ലേ പറയുന്നത്. ആ ദർശനപുണ്യം മഹാപുണ്യം എന്ന രീതിയിൽ പോകുവാനും അവിടെ അറിയുവാനും, അതേപോലെ തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരു കുഞ്ഞിക്കുട്ടിയുണ്ട്, അവളുടെ ഡാൻസ് ആണ് ഈ കാണുന്നത്. ഇവളുടെ പേര് ആർച്ച. ഈ ഗ്രൂപ്പ് അഡ്മിൻ്റെ മോളാണ്. ഇവളായിരുന്നു ഈ ഗ്രൂപ്പിലെ ഏറ്റവും ചെറിയ കുട്ടി. ഞാൻ പിടിക്കുമല്ലേ. അങ്ങനെ കുറച്ച് നേരം പോക്കുമായിട്ട് കുഞ്ഞു കുട്ടികളും ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ കൂടൽമാണിക്യം ക്ഷേത്രത്തിൻ്റെ ഒരു വ്യൂ തരുകയാണെങ്കിൽ അത് കാണിച്ചു തരാം. യാത്രയുടെ ഭാഗമായി എത്തിയതാണ് ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രം. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ എന്താ പറയുക, അവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയാവോ? കൂടൽമാണിക്യം ക്ഷേത്രം അതെ നമ്മുടെ രാമലക്ഷ്മണന്മാരില്ലേ, അവരിൽ അവിടെ ഭരതന് പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് കൂടൽമാണിക്യ ക്ഷേത്രം. അപ്പോൾ ഭരതനെ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി സംഘമേശ്വരൻ എന്നാ പറയുന്നത്. ശ്രീ കൂടൽമാണിക്യം ദേവസ്വത്തിന്റെ കീഴിലെ കൊട്ടിലാക്കി ഗണപതി ക്ഷേത്രത്തിന്റെ ഉണ്ടല്ലോ, അവിടെ അടുത്തായിട്ടുള്ളതാണ് ഗണപതി ക്ഷേത്രം. അതും ഈ കൂടൽമാണിക്യ ക്ഷേത്രത്തിന്റെ ദേവസ്വത്തിന്റെ കീഴിലുള്ള ക്ഷേത്രമാണ്. ഗണപതി ക്ഷേത്രത്തിന്റെ ഓക്കെ.
ഇനി നമുക്ക് അടുത്ത ക്ഷേത്രത്തിലേക്ക് പോവാം. അടുത്തത് പറഞ്ഞു തരാം. അടുത്ത ക്ഷേത്രം പറഞ്ഞു തരാമേ. ഇത്ര നേരം രാജരാജേശ്വരി ക്ഷേത്രം. ഇത് ടിപ്പു സുൽത്താന്റെ കാലത്ത് ആക്രമിക്കപ്പെട്ട ഒരു ക്ഷേത്രമാണ് രാജരാജേശ്വരി ക്ഷേത്രം. മഹാദേവനാണ് ഇവിടെ നിലകൊള്ളുന്നത്. മഹാദേവന്റെ അടുത്ത് സ്ത്രീകൾക്ക് രാത്രിയാണ് പ്രവേശനം ഉള്ളത് എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിന്റെ എടുത്തു പറയുന്നത്. അപ്പോൾ ഈ അടുത്ത കാലത്താണ് മഹാദേവന്റെ ഒരു വെങ്കലം കൊണ്ടുണ്ടാക്കിയ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചത്. കഴിഞ്ഞ 1.5 വർഷത്തിന് മുമ്പ് അവിടെ ചെല്ലുമ്പോഴേക്കും ഇത്തരത്തിലൊരു വെങ്കല പ്രതിമ ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ നമ്മുടെ രാജേന്ദ്ര ആറിലേക്ക് നമ്മുടെ ഗവർണർ ഉണ്ടല്ലോ, അദ്ദേഹമാണ് ഇതിൻ്റെ ആ ഒരു ശിലാകർമ്മം അവിടെ നടത്തിയത് എന്ന് പറയുന്നത്. അവിടെ ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞാണ് വാദ്യോപകരണത്തിൽ പ്രാവീണ്യം നേടുന്ന കുട്ടികളുടെ അവർ പരിശീലനം നേടുന്നതാണ് കാണേണ്ടത്. അവിടെ ചെന്നപ്പോൾ ഭഗവാൻ. അതേപോലെ തന്നെ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം, ഇതും കണ്ണൂർ ജില്ലയിലാണ്. നിങ്ങൾ ക്ഷമിക്കുക, കാര്യം ഓരോരോ വീഡിയോസിൽ നിന്നുള്ള രംഗങ്ങൾ അത്യാവശ്യം നിങ്ങളെ കാണിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഓരോന്നും എടുത്തിങ്ങനെ. അപ്പോൾ ഇതാണ് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം. കാണേണ്ട ഒരു ക്ഷേത്രമാണ് കേട്ടോ. വളരെ പുഞ്ചിരിയോടുകൂടി നിൽക്കുന്ന ദേവിയെയാണ് നമ്മൾ ഇവിടെ ചെല്ലുമ്പോൾ കാണാൻ സാധിക്കുക. ആ ദേവിയുടെ പുഞ്ചിരിയിൽ തന്നെ നമുക്ക് സകല ഐശ്വര്യവും അനുഗ്രഹവും ദേവി നമ്മളിലേക്ക് ചൊരിഞ്ഞു തരുമെന്ന് തോന്നും. മൃദംഗ ശൈലേശ്വരി അമ്മയെ ഈ തെക്കൻ കേരളത്തിൽ നിന്നും വടക്കൻ കേരളത്തിലേക്കൊക്കെ ചെല്ലുമ്പോഴേ കാണുന്ന ക്ഷേത്രങ്ങളുടെ നിർമ്മിതി ഉണ്ടല്ലോ വ്യത്യസ്തമായ നിർമ്മാണ രീതിയായിരിക്കും. ഒരുപാട് പഴക്കം ചെന്ന ചെങ്കല്ലുകൾ കൊണ്ടാണ് ക്ഷേത്ര നിർമ്മിതി അവിടെയുള്ള ക്ഷേത്രങ്ങൾ മിക്കതും തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് തോന്നാറുണ്ട്. മൃദംഗ ശൈലേശ്വരി അമ്മയെ ഒന്ന് നന്നായിട്ട് കാണാനായിട്ട് അമ്മയുടെ ഒരു വലിയ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോ കണ്ടാൽ നമ്മൾ ഒരിക്കൽ കൂടി നോക്കി നിൽക്കും. അത്രയ്ക്ക് അനുഗ്രഹീതമായ ഒരു ഫോട്ടോ ആയിട്ട് അത് തോന്നിയത്. കണ്ടോ അമ്മ പുഞ്ചിരിച്ചിരിക്കുന്നുണ്ടോ? അമ്മ. അപ്പം മൃദംഗ ശൈലേശ്വരി അമ്മയെ നിങ്ങൾ കണ്ടല്ലോ. ഇനി അടുത്തതാരാണെന്നറിയാമോ? അടുത്തത് നമ്മുടെ കേരള പഴനി എന്നറിയപ്പെടുന്നു. പഴനി ക്ഷേത്രത്തിന് തുല്യമായ രീതിയിലുള്ള ക്ഷേത്രം. ഓക്കെ, അങ്ങനെ എന്തുകൊണ്ടും വളരെ ഭക്തസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലൂടെ കുറേയധികം ക്ഷേത്രങ്ങൾ, കേരളത്തിലെ 15ഓളം ക്ഷേത്രങ്ങളാണ് സന്ദർശിക്കാൻ സാധിച്ചത്. അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ തൃക്കൂർ ഗുഹാക്ഷേത്രവും കേരള പഴനി ക്ഷേത്രവും മൃദംഗ ശൈലേശ്വരി ക്ഷേത്രവും സന്ദർശിച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി കിട്ടുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ആൾ, താങ്ക് യു സോ മച്ച്.